എന്തിനാണ് കുംഭമേളയ്ക്ക് പോകുന്നത്, കുംഭമേളയ്ക്ക് പോയാൽ ദാരിദ്ര്യം മാറുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുമ്പോഴാണ് ഇതൊരു വലിയ വിസ്മയമായി കണ്ടുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് പലരും കുംഭമേളയ്ക്ക് എത്തുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിലേക്ക് കാറിലേക്ക് ആരും വരരുത്, കാൽനട യാത്രയായി തന്നെ വരണം എന്നൊക്കെ UP സർക്കാർ കേണപേക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധി വിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. 20 കിലോമീറ്റർ വരെ ക്യൂ ആണ്, ബാരിക്കേഡുകൾ തകർത്തുകൊണ്ടാണ് ഈ പല തീർത്ഥാടകരും അകത്തേക്ക് കയറുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊരു വലിയ നമ്മളെ ഒന്ന് കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ ഇത് വളരുകയല്ലേ. ഇപ്പോൾ മരണസംഖ്യ ശരിയാണ്, അതിപ്പോൾ മാഷ് പറഞ്ഞ പോലെ ആർക്കും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ പോലും ഇതിപ്പോൾ 3.5 കോടി എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ 4 കോടി എന്ന് പറയുന്നിടത്ത് 5-6 കോടി ആളുകൾ ഒരു ദിവസം വരുന്നു എന്ന് പറയുമ്പോൾ ഇത് വല്ലാണ്ടങ്ങ് വളർന്നു പോകുകയല്ലേ. അല്ല, മനുഷ്യനെപ്പോഴും വലിയ വലിയ ഉത്സവങ്ങളുടെ ആരവങ്ങളിൽ മുഴുവനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അത് പ്രത്യേകിച്ച് വിശ്വാസവും ഭക്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അതിന് ഊർജ്ജം വളരെ കൂടുതലായി. ആ ഊർജ്ജാരവത്തിലാണ് ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് എന്ത് നേട്ടം, പട്ടിണി മാറുമോ, അല്ലെങ്കിൽ ദുരിതങ്ങൾ മാറുമോ, അല്ലെങ്കിൽ സങ്കടങ്ങളില്ലാതാകുമോ, അതൊന്നും മനുഷ്യന് പ്രശ്നമൊന്നുമല്ല.